നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കേരളത്തിൽ തന്നെ സെൻട്രൽ ബാങ്കിൽ ജോലി നേടാൻ ഇതാ ഒരു നല്ല അവസരം വന്നിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അപ്രന്റീസ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഡിഗ്രി ഉള്ളവർക്ക് കേരളത്തിൽ സെൻട്രൽ ബാങ്കിൽ ഒരുപാട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. മൊത്തം 3000 ഒഴിവുകളുണ്ട്. ഇതിൽ കേരളത്തിലും ഒഴിവുകളുണ്ട്. മൊത്തം ഇന്ത്യയിൽ ഒന്നിച്ചുള്ള ഒഴിവുകളാണ് പറയുന്നത്. 3000 ഒഴിവുകളാണുള്ളത്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപ്രന്റീസായിട്ട് ഏകദേശം നല്ല ശമ്പളം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. സെൻട്രൽ ബാങ്കിലാണ് ജോലി ലഭിക്കുന്നത്. ഈ ജോലിക്ക് മാർച്ച് 6 വരെ 2024 മാർച്ച് 6 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഒന്ന് പറയാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡിൽ ഒരു ഒഴിവാണുള്ളത്. ആന്ധ്രാപ്രദേശിൽ 100 ഒഴിവുണ്ട്. അരുണാചൽ പ്രദേശിൽ 10, ആസാമിൽ 70, ബീഹാറിൽ 210, ചണ്ഡീഗഡ് UT 11, ചണ്ഡീഗഡ് 76, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ഡാമൻ ഡിയു അവിടെ 3 എണ്ണമാണ്. ഡൽഹിയിൽ 90 ഒഴിവുണ്ട്. ഗോവയിൽ 3 ഒഴിവുണ്ട്. ഗുജറാത്തിൽ 270 ഒഴിവുണ്ട്. ഹരിയാനയിൽ 95 ഒഴിവുകൾ. ഹിമാചൽ പ്രദേശിൽ 26, ജമ്മു കാശ്മീർ 8, ഝാർഖണ്ഡ് 60, കർണാടക 110, കേരളത്തിൽ 87 ഒഴിവുകളുണ്ട്. ലഡാക്കിൽ 2 ഒഴിവാണുള്ളത്. മധ്യപ്രദേശിൽ 300, മഹാരാഷ്ട്ര 320, മണിപ്പൂരിൽ 8, മേഘാലയയിൽ 5, മിസോറാമിൽ 3, നാഗാലാൻഡിൽ 8, ഒറീസയിൽ 80, പുതുച്ചേരി UTയിൽ 3, പഞ്ചാബ് 115, രാജസ്ഥാൻ 105, സിക്കിം 20, തമിഴ്നാട് 142, തെലങ്കാന 96, ത്രിപുര 7, ഉത്തർപ്രദേശ് 305, ഉത്തരാഖണ്ഡ് 30, വെസ്റ്റ് ബംഗാൾ 194. ഇങ്ങനെ ആകെ 3000 ഒഴിവുകളാണുള്ളത്. ഇതിൽ കേരളത്തിൽ 87 ഒഴിവുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് മഹാരാഷ്ട്രയിലാണ്. 320 ഒഴിവുകൾ അവിടെയുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുണ്ടാകണം, അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. 31/3/2020 മുൻപ് ഉദ്യോഗാർത്ഥികൾ അവരുടെ ബിരുദം പൂർത്തിയാക്കിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപേക്ഷിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.